സൈലം ബാങ്കിങ് നമ്മൾ SBI POയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് നമ്മളുടെ എക്സാം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ SBI PO റീസണിംഗ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് ഞാൻ കണ്ടു. സോ അതുകൊണ്ട് തന്നെയാണ് SBI PO മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തേത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഷിഫ്റ്റിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ വേറൊരു ഷിഫ്റ്റിലുള്ള കംപ്ലീറ്റ് പസിൽസ് ആണ് ചെയ്യുന്നത്. ഒരു ഷിഫ്റ്റിൽ ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസും മുഴുവൻ പസിൽസും. അപ്പൊ എത്ര പസിൽസ് ചോദിച്ചിട്ടുണ്ട്, ആ 20 മിനിറ്റ്സിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ആക്ച്വലി 30 ക്വസ്റ്റ്യൻ ആണ്, 30 മാർക്ക്, 20 മിനിറ്റ് മാത്രമാണ് നമുക്ക് സമയമുള്ളത്. നിങ്ങൾ SBI POയുടെ ഒക്കെ മോക്ക് ചെയ്യുമ്പോൾ ചിലപ്പം ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. മിസ്സേ സ്കോർ അങ്ങോട്ട് കൂടുന്നില്ല, എനിക്ക് 12+ ഒക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ചിലർ 20+ ഒക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് ശരിക്കും ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം കണ്ടെത്തി ചെയ്യുന്നതിലാണ് കാര്യം. അത് നമ്മൾ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. അത്രയും പസിൽസ് വരുമ്പോൾ എങ്ങനെ ആ 20 മിനിറ്റ്സിൽ അത്രയും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. അപ്പം നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ പേഴ്സണൽ ടെലഗ്രാം ചാനലാണ് റീസണിംഗ് വിത്ത് അഞ്ജു. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ് ബാങ്ക് എക്സാംസിൻ്റെയും അപ്ഡേറ്റ്സ് അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒക്കെ ആ ടെലഗ്രാം ചാനൽ ത്രൂ ഒരുപാട് ആസ്പിറൻസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ. ദെൻ നമ്മളുടെ ബാച്ചസിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഓൺലൈൻ ബാച്ചാണ്. നമുക്ക് 2 ബാച്ച് ഉണ്ട് ഇപ്പോൾ. അതായത് ഒന്ന് മെയിൻസ് ബൂസ്റ്റർ ബാച്ചും അതേപോലെ തന്നെ IBPS PO ആൻഡ് ക്ലർക്ക് ബാച്ചും. അപ്പോൾ മെയിൻസ് ബൂസ്റ്റർ ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് പ്രിലിംസ് അത്യാവശ്യം ഓക്കെ ആണ്, ബട്ട് പ്രിലിംസ് എല്ലാം കയറുന്നുണ്ട്, മെയിൻസ് ആണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഇപ്പോഴേ എന്തിനാ മെയിൻസ് പഠിക്കുന്നതെന്ന് വെച്ചാൽ പ്രിലിംസിന്റെ എക്സാം കഴിഞ്ഞ് മെയിൻസിലേക്ക് 1 മാസത്തെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് സിലബസ്, മെയിൻസ് ആകുമ്പോൾ ഇച്ചിരിയുടെ ലെവൽ കൂടുതലാണ്, ക്വാണ്ട് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നമ്മൾ മെയിൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ മെയിൻസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മെയിൻസ് നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാനായിട്ട് അത് SBI PO മെയിൻസ് ലെവൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ഇത് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കുക, മെയിൻസിന്റെ ഒരു സീരീസ് നമ്മൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 7 മണിക്ക് അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇത് മെയിൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ബാച്ചാണ്. അപ്പൊ നിങ്ങളിൽ ബിഗിനേഴ്സ് കാണുന്നവരുണ്ടാകും. സോ ആ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ബേസ് മുതൽ ബേസ് ടു അഡ്വാൻസ്, അത് പ്രിലിംസും ഉണ്ടാകും മെയിൻസും ഉണ്ടാകും. മറ്റേത് മെയിൻസ് മാത്രമാണ്, ഇത് പ്രിലിംസ് മെയിൻസ്, അതിനുശേഷം വരുന്ന ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ ഈ ഒരു IBPS PO ആൻഡ് ക്ലർക്ക് ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതേപോലെ പ്രിലിംസ് ഓക്കെയാണ്, മെയിൻസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് ജൂൺ 24-നായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. IBPSന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. വളരെ കുറച്ച് ക്ലാസ്സസ് മാത്രമേ ആയിട്ടുള്ളൂ. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ബാച്ച് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, നമുക്ക് ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ജസ്റ്റ് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓൺലൈനിലെ പോലെ തന്നെ ഓഫ്ലൈനിലും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കോഴിക്കോടാണ് നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ് വരുന്നത്. സോ നിങ്ങൾക്ക് അവിടെയും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ സോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ബാച്ച് റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. എങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്സിലേക്ക് കടന്നാലോ? യെസ്. എങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആദ്യം തനിയെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, തനിയെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടത്തില്ലായിരിക്കും, ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇനി ആൻസർ കിട്ടുന്നില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ തനിയെ ഒരു തവണ ചെയ്ത് നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക, അതിനുശേഷം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? ഒരു SBI PO മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യിക്കുന്നത്? അപ്പോഴാണ് റിയൽ എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതും. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യണം അത് ഞാൻ ഈ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം 8 persons are sits around a circular table. അപ്പൊ 8 പേഴ്സൺസിന്റെ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. 8 പേഴ്സൺസിന്റെ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. 4 of them is facing inside and 4 of them is facing outside. സെയിം ഡയറക്ഷൻ അല്ല, ഡിഫറെന്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഇനി കണ്ടീഷൻസാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സർക്കിൾ വരച്ചു ചെയ്യാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് റിബൺ മെത്തേഡിൽ ചെയ്യാം. ഏത് മെത്തേഡ് ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ മെത്തേഡ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രക്ചർ വരയ്ക്കാം. 8 പേരാണ്, ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ല. 4 പേര് ഫേസസ് ടുവേർഡ്സ് ദി സെന്ററും 4 പേര് ഫേസസ് ഔട്ട്സൈഡ് ദി സെന്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഡിഫറെന്റ് ഡയറക്ഷൻ വരുന്നത് സാധാരണ ഞാൻ പറയും, ചിലത് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ എല്ലാ പസിലും നമ്മൾ നോക്കണം. അപ്പൊ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ബാക്കി പറയാം, ലാസ്റ്റ് പറയാം എങ്ങനെയായിരിക്കണം ക്വസ്റ്റ്യൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ നോക്കിക്കേ, ബോത്ത് ദി ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എ ഫേസസ് എവേ ഫ്രം ദി സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? എയുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഫേസസ് ഔട്ട്സൈഡാ അല്ലേ? അപ്പൊ എയുടെ ഡയറക്ഷൻ എന്താണെന്ന് അറിയില്ല, പക്ഷെ എയുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഫേസസ് ഔട്ട്സൈഡാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ കാര്യം എങ്ങനെ ചെയ്യാം? റിബൺ മെത്തേഡിൽ ചെയ്യാം. റിബൺ മെത്തേഡ് എന്ന് പറയുന്നത് സർക്കിൾ വരയ്ക്കാതെ ലീനിയർ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ അറേഞ്ച്മെന്റിൽ ചെയ്യുന്നതാണ്. എന്താണ് റിബൺ മെത്തേഡ് എന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സൈലം ബാങ്കിങ്ങിന്റെ തന്നെ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് റിബൺ മെത്തേഡ് അല്ലെങ്കിൽ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, ഓൾറെഡി പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ പാരലലി ചെയ്ത് കാണിക്കാം. സർക്കിൾ ചെയ്യുന്നവരും റിബൺ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് സർക്കിൾ ഒന്നും വരച്ച് സമയം കളയേണ്ട ആവശ്യം ഇല്ല. സോ എയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ഫേസസ് ഔട്ട്സൈഡ് ദി സെന്റർ. ഔട്ട്സൈഡ് ദി സെന്റർ ആകുമ്പോൾ അതിനെ സൗത്ത് ആയിട്ടും എടുക്കാം, ഫേസസ് ടുവേർഡ്സ് ദി സെന്റർ ആകുമ്പോൾ നോർത്ത് ആയിട്ടും എടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ 3 പേരായി. 1 2 3 4 5 6 7 8. എങ്ങനെ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും കൊടുക്കാം. കാരണം ഇത് സർക്കിൾ ആണ്, ഈ ആളും നെയ്ബർ ആണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ ആണേ? ഇന്ന മെത്തേഡ് ചെയ്യണം എന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഏത് ചെയ്യാൻ പറ്റുന്നോ അത് ഫോളോ ചെയ്യാം. ഓക്കെ, ഒരുപാട് പേര് റിബൺ മെത്തേഡ് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടാറുണ്ട്. സോ അതുകൊണ്ടാണ് അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം എന്ന് കരുതിയത്. നോക്കാം ബാക്കി കണ്ടീഷൻ. Q faces towards the center. Q faces towards the center and sits immediate left of B. Q എന്ന് പറയുന്ന ആള് ബിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. ആൻഡ് ഓൾസോ ക്യൂവിന്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഫേസസ് ടുവേർഡ്സ് ദി സെന്റർ ആണ്. A and B faces towards the center. A and B are faces towards the center. A, B യും faces towards the center ആണ്. And they sits opposite to each other. അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യന്റെ കീ കണ്ടീഷൻ. What do you mean by opposite to each other? What do you mean by opposite to each other? അവർക്കിടയിൽ 3 പേര്. റിബൺ മെത്തേഡ് ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഓപ്പോസിറ്റ് ഒക്കെ പറയുമ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യും മിസ്സേ? അതായത് ഒന്നുമില്ല. ഇപ്പൊ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ, ഇങ്ങോട്ട് നോക്കിക്കേതേണ്ട, ഇവിടെ 3 പേര്, ഇവിടെ 3 പേര് അല്ലെ? അപ്പൊ 8 പേരുള്ള അറേഞ്ച്മെന്റ് ആണെങ്കിൽ 2 പേര് തമ്മിൽ ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ 3 പേരായിരിക്കും. 6 പേരുള്ള അറേഞ്ച്മെന്റ് ആണെങ്കിലോ 2 പേര് തമ്മിൽ ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ എത്ര പേരായിരിക്കും? 2 പേരായിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ എത്രയാണോ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ ഡിവൈഡഡ് ബൈ 2 മൈനസ് 1. ഇവിടെ ഇപ്പം 8 പേരല്ലേ, അപ്പൊ 8 ഡിവൈഡഡ് ബൈ 2 4, 4 മൈനസ് 1 3. അപ്പൊ ഈവൻ നമ്പർ ഓഫ് പേഴ്സണിൽ മാത്രമാണ് ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ എത്രയാണോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 കുറയ്ക്കുന്നതായിരിക്കും അവർക്ക് 2 പേർക്കും ഇടയിലുള്ള നമ്പർ ഓഫ് പേഴ്സൺ. അപ്പൊ ഇവിടെ ഞാൻ നോക്കിക്കേ, ഇവിടെ ഞാൻ ആരെ കൊടുത്തു? ദേണ്ട ബി കൊടുത്തു. ബി അപ്പൊ ഫേസസ് ടുവേർഡ്സ് സെന്റർ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ഈ കണ്ടീഷനും കൂടെ മാർക്ക് ചെയ്യ്. ബിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ക്യൂ. ഇവിടെയും എനിക്ക് കൊടുക്കാം. എക്കും ബിക്കും ഇടയിൽ 3 ഗ്യാപ്പ് ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി, ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് ആണെങ്കിൽ. സോ ഇങ്ങോട്ട് നോക്കിയാലും 3 ഗ്യാപ്പിൽ ബി ഇവിടെ, ഇങ്ങോട്ട് നോക്കിയാലും 3 ഗ്യാപ്പിൽ ബി ഇവിടെ. ബിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫേസസ് ടുവേർഡ്സ് സെന്റർ. സോ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരും ഇല്ല എന്ന് വിചാരിക്കരുത്. ക്യൂ ഞാൻ ഇവിടെ കൊടുത്തു. സെറ്റാണേ? ക്യൂവിന്റെ ഡയറക്ഷൻ ഫേസസ് ടുവേർഡ്സ് സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ബോധം ഉണ്ടാകണം. നമ്മളോട് 4 പേര് ഫേസസ് ടുവേർഡ്സ് സെന്റർ എന്നാ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ 1 2 3 പേര് ഫേസസ് ടുവേർഡ്സ് സെന്റർ ആയി. അപ്പൊ നമുക്ക് ആ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാകണം. ഓക്കെ, യെസ്. ഇനി എയുടെ ഡയറക്ഷനും പറഞ്ഞിട്ടുണ്ട്, അതും നമുക്ക് ഇവിടെ കൊടുക്കാം. ബാക്കി കണ്ടീഷൻസിലേക്ക് വരാം. 3 people sit between Q and R. വേഗം പറ. ക്യൂവിനും ആറിനും ഇടയിൽ 3 ഗ്യാപ്പ്. ക്യൂ ആറും ഫേസ് ടു ഫേസാ, ക്യൂവും ആറും ഫേസ് ടു ഫേസാ. അപ്പൊ ഇവിടെ ഡയറക്ട്ലി എനിക്ക് 6 കൊടുക്കാം. ഇവിടുത്തെ കേസിൽ 1 2 3 ഗ്യാപ്പിൽ 6 ഇവിടെ. അതിപ്പോ ഇപ്പുറത്തോട്ട് എണ്ണിയാൽ 1 2 3 ഗ്യാപ്പിൽ 6 ഇവിടെ. ഓക്കെ ആണേ? അടുത്തതോ,
അടുത്തതോ സി ആൻഡ് ബി ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ഡി ഹു ഫേസസ് എവേ ഫ്രം ദി സെന്റർ. ഡിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണ് സിയും ബിയും. ഡിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണ് സിയും ബിയും. അപ്പൊ ബിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ഇവിടെ ക്യൂ ആണ്, ഡി കൊടുക്കാൻ പറ്റില്ല. സോ ഉറപ്പിച്ചു, ഡി ഇവിടെ, സി ഇവിടെ. ഡി ഈസ് ദി ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ബി ആൻഡ് സി. ബി ആൻഡ് സി. ഡിയുടെ ഡയറക്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഡി ഹു ഫേസസ് എവേ ഫ്രം ദി സെന്റർ. ഡിയുടെ ഡയറക്ഷൻ ഫേസസ് എവേ ഫ്രം ദി സെന്റർ ആണ്. ഡയറക്ട്ലി ഇവിടെയും കൊടുക്കാം. ബിയുടെ അടുത്ത് ഇവിടെ ക്യൂ ആയതുകൊണ്ട് ഡി കൊടുക്കാൻ പറ്റില്ല. സോ ഡി ഇവിടെ, സി ഇവിടെ. ഡി ഔട്ട്സൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? സി ഫേസസ് എവേ ഫ്രം ദി സെന്റർ. എടുത്ത സിയും എവേ ഫ്രം ദി സെന്റർ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ നോക്കിക്കേ വേണ്ട 1 2 3 4 പേര് ഔട്ട്സൈഡ്. ഇവിടുത്തെ കേസിൽ 4 പേര്, 1 2 3 4 പേര് ഔട്ട്സൈഡ്. അപ്പൊ ഇവിടെ ആരാണോ മിച്ചം വന്ന ആള്, ആ ആൾ ഉറപ്പായിട്ടും ഇൻസൈഡ് ആയിരിക്കും. അത് ആരാണ്? പേഴ്സൺ ആരാ? എ ബി സി ഡി പി ക്യു ആർ എസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എ ബി സി ഡി പി ആണ് ഇനി മിച്ചമുള്ളത്. അല്ല, രണ്ടുപേരുണ്ടല്ലോ, ഒരാളല്ല, 2 പേര് മിച്ചമുണ്ട്. എസ് ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എ. എയുടെ അടുത്ത് എസ് വരാൻ പാടില്ല. അപ്പൊ അതേണ്ട ഇവിടെ എസ് വരാൻ പാടില്ല. സോ മിച്ചം വന്ന പി ഇവിടെ. സോ എസ് എയുടെ അടുക്ക വരാൻ പാടില്ല, മിച്ചം വന്ന പി ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഞാൻ പറയുന്നത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ഇനിയും നിങ്ങളോട് ഓപ്പോസിറ്റ് ചോദിക്കുകയാണ് സബ് ക്വസ്റ്റ്യനിലെ. ഇപ്പൊ ക്യൂവിന്റെ ഓപ്പോസിറ്റ് ആരാ? ഉടനെ ഇത് വരയ്ക്കണോ? വേണ്ട. ക്യൂവിന് ഓപ്പോസിറ്റ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 3 ഗ്യാപ്പിൽ 1 2 ഗ്യാപ്പിൽ 6 പറയാം. അല്ലെങ്കിൽ എസ്സിന് ഓപ്പോസിറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റോ റൈറ്റോ എങ്ങോട്ട് 3 ഗ്യാപ്പ് എടുത്താലും ഓപ്പോസിറ്റ് ഉള്ള ആളായിരിക്കും. നോക്കിക്കേ, 1 2 3 ഗ്യാപ്പിൽ എസ്സിന് ഓപ്പോസിറ്റ് സി. ഇതേണ്ട എസ്സിന് ഓപ്പോസിറ്റ് സി. സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാ? ഇവിടെ നോക്കിക്കേ, സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാ? സിയുടെ ഡയറക്ഷൻ സൗത്ത് ആണ്. സോ ഇമ്മീഡിയറ്റ് റൈറ്റ് ഡി. ദേണ്ട സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഡി. നിങ്ങൾക്ക് ഏത് സബ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിൽ ഏത് വരച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സർക്കിൾ ഒന്നും വരച്ച് സമയം കളയണ്ട. ഓക്കെ ആണേ? ഇത് ഡിഫറെന്റ് ഡയറക്ഷൻ ആണെങ്കിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് വായിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ക്വസ്റ്റ്യനിലും സ്റ്റക്ക് ആകരുത് എന്നുള്ളതാണ്. ഇതെനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ, ഇത് ചെയ്തിട്ട് ഞാൻ ഇവിടെ എണീക്കൂ എന്ന ഈഗോ അല്ല നമുക്ക് വേണ്ടത്. വളരെ എളുപ്പമുള്ള പസിൽസ് ആദ്യം കംപ്ലീറ്റ് ചെയ്ത് സബ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പോകണം. 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 20 മിനിറ്റ് സമയമുള്ളൂ. അതിൽ കൂടുതൽ ചോദിക്കുന്നത് പസിലായിരിക്കും. 5 പസിൽസിലോളം SBI POയുടെ പ്രിലിംസിന് ചോദിക്കാറുണ്ട്. അതിൽ എളുപ്പമുള്ള പസിൽസ് വേണം വളരെ പെട്ടെന്ന് ചെയ്തു പോകാൻ. ഓക്കെ ആണേ? യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ആണെന്ന് നോക്കാം. ഇപ്പൊ നേരത്തെ ചോദിച്ചത് സിംഗിൾ വേരിയബിൾ ആണെങ്കിലും ഡിഫറെന്റ് ഡയറക്ഷൻ ആയിരുന്നു. ഓക്കെ, പക്ഷെ കണ്ടീഷൻസ് വായിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ലേ, നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടല്ല അത് പാടാണെന്ന് മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് കണ്ടീഷൻസ് വായിക്കുക, കണക്ട് ചെയ്യുക. സ്റ്റക്ക് ആകുന്നുണ്ടെന്ന് ചോദിച്ചാൽ നേരെ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നോക്കാം. 10 persons lives on different floors of a 10-story building. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഒരു ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ എപ്പോഴും ഞാൻ പറയും, ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രക്ചർ വരയ്ക്കണം. ഓക്കെ, ഞാൻ പറയാൻ മറന്നു, തനിയെ ആദ്യം ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഞാൻ പറയുന്നത് നിങ്ങൾ മീൻസ് ആ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കുക. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. സോ ഫ്ലോർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ബോട്ടം ടു ടോപ്പ് ആയിരിക്കും അറേഞ്ച്മെന്റ്. വളരെ പെട്ടെന്ന് തന്നെ വലുതാക്കി തന്നെ നിങ്ങൾ സ്ട്രക്ചർ വരച്ചിടുക. കാരണം ഒരു പോസിബിലിറ്റിയും കൂടെ എക്സ്ട്രാ എടുക്കേണ്ടി വന്നാൽ വീണ്ടും സ്ട്രക്ചർ വരച്ച് കളയാൻ നമുക്ക് സമയം ഇല്ല എക്സാമിന്. ഓക്കെ ആണേ? നോക്ക്, ഹിയർ 4 persons sits between N and O who lives immediately below P. നോക്കിക്കേ, പിക്ക് തൊട്ട് താഴെയാണ് O and 4 persons between N and O. എന്നിനും ഓയ്ക്കും ഇടയിൽ 4 ഗ്യാപ്പ്. ശ്രദ്ധിച്ചേ, എന്നിനും ഓയ്ക്കും ഇടയിൽ 4 ഗ്യാപ്പ്. പിക്ക് തൊട്ട് താഴെയാണ് O. ഞാൻ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് കണ്ടീഷൻ മാർക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഓയ്ക്ക് മുകളിലോട്ടാണോ 4 ഗ്യാപ്പിൽ N, ഓയ്ക്ക് താഴോട്ടാണോ 4 ഗ്യാപ്പിൽ N എന്ന് അറിയില്ല. വ്യക്തമായിട്ട് അറിയുന്ന കണ്ടീഷൻസ് മാത്രം സ്ട്രക്ചറിൽ വൃത്തിക്ക് നോട്ട് ചെയ്യാം. നമ്മുടെ ബ്രെയിനെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ കണ്ടീഷൻ എഴുതാൻ പാടില്ല. And N lives on an even numbered floor but not on top floor. N ടോപ്പ് ഫ്ലോറിൽ വരാൻ പാടില്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, N എവിടെയായിരിക്കണം? ഈവൻ നമ്പർ ഫ്ലോറിലായിരിക്കണം. 10 ഇല്ലെങ്കിൽ 8 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, Q lives
lives 3 floors below P. Very, very important condition. Pക്ക് താഴെയുള്ള മൂന്നാമത്തെ ഫ്ലോറിലാണ് Q. പിക്ക് താഴെയുള്ള മൂന്നാമത്തെ ഫ്ലോറിൽ മെർജ് ചെയ്ത് കണ്ടീഷൻ എഴുതുക. വീണ്ടും പിയും ക്യൂവും സെപ്പറേറ്റ് ആക്കാതെ. നേരത്തേതിനകത്തിൽ ഓൾറെഡി പിയും ക്യൂവും ഉണ്ടായിരുന്നു. പിക്ക് താഴോട്ടുള്ള മൂന്നാമത്തെ ഫ്ലോറിലാണ് ക്യൂ. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. ക്ലിയർ ആകുന്നുണ്ടേ? അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചോണം ഈ കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ മെർജ് ചെയ്ത് കണ്ടീഷൻസ് എഴുതണം. അതുപോലെ തന്നെ പിക്കും ക്യൂവിനും ഇടയിൽ 3 ഫ്ലോർ ഉണ്ട് എന്നല്ല, പിക്ക് താഴെയുള്ള മൂന്നാമത്തെ ഫ്ലോറിലാണ് ക്യൂ എന്നാണ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണേ? നമ്പർ ഓഫ് പേഴ്സൺസ് ലിവ് എബോവ് ആർ ഈസ് സെയിം ആസ് ദി നമ്പർ ഓഫ് പേഴ്സൺസ് ലിവ്സ് ബിലോ എസ് എന്ന് പറഞ്ഞാൽ ആറും എസും പെയേഴ്സ് ആണെന്ന് ഞാൻ പറയും. അതായത് ഉദാഹരണത്തിന് ആറ് ഇവിടാന്ന് വെച്ചോ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 6ന് മുകളിൽ ആരുമില്ല, അപ്പൊ എസ് ഇവിടെ വന്നേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് 6ഉം എസും പെയേഴ്സാ. 10ഉം 1ഉം ഫ്ലോർ പെയറാ. ഇനി സപ്പോസ് 6 ദേണ്ട ഇവിടാണെന്ന് വെച്ചോ, സെക്കൻഡ് ഫ്ലോറിലാണെങ്കിലോ 6ന് താഴെ 1 ആണെങ്കിൽ എസിന് മുകളിൽ 1, തിരിച്ചും പറയാം. അപ്പൊ ഇവിടെ 9ാമത്തെ ഫ്ലോറും 2ാമത്തെ ഫ്ലോറും പെയേഴ്സാ. ദാറ്റ് ഈസ് വാട്ട് ഈസ് പെയറിംഗ് കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ 8ഉം 3ഉം പെയറാ, 7ഉം 4ഉം പെയറാ, 6ഉം 5ഉം പെയറാ. ഓക്കെ, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് എല്ലാ പസിൽസിലും വരുന്നൊരു കണ്ടീഷനാണത്. ആൻഡ് they do not live adjacent to each other. പക്ഷെ ഇവർ എന്ത് ചെയ്യാൻ പാടില്ല? 6ഉം എസും നെയ്ബേഴ്സ് ആകാൻ പാടില്ല. ഓക്കെ ആണേ? ടി ലിവ്സ് അഡ്ജസന്റ് ടു എസ്. എസിനടുത്ത് ആര് വരണം? എസിനടുത്ത് ടി വരണം. ഞാൻ കണ്ടീഷൻ എഴുതുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബ്രെയിനിന് പെട്ടെന്ന് മനസ്സിലാകുന്നത് പോലെ മെർജ് ചെയ്ത് നമ്മൾ മീൻസ് എന്താ പറയുക, ഒറ്റ മിനിറ്റ് ഇതൊന്ന് ചെറുതാക്കിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ ഒരിക്കലും കണ്ടീഷൻസ് എഴുതാനായിട്ട് പാടില്ല. യു ലിവ്സ് ഓൺ ആൻ ഓഡ് നമ്പേർഡ് ഫ്ലോർ ബട്ട് എബവ് വി ആൻഡ് ബിലോ എം. എമ്മിന് താഴെയാണ് യു, വിക്ക് മുകളിലാണ് യു, ആൻഡ് ഓൾസോ യു ലിവ്സ് ഓൺ ആൻ ഓഡ് നമ്പേർഡ് ഫ്ലോർ. നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു തവണ കണ്ടീഷൻസ് വായിച്ച് നോട്ട് ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെത്തണം. ഇപ്പോൾ യു ലിവ്സ് ഓൺ ആൻ ഓഡ് നമ്പേർഡ് ഫ്ലോർ, ലിവ്സ് എബവ് ബി ബട്ട് ബിലോ എം എന്ന് പറയുമ്പോൾ തന്നെ എമ്മിന് താഴെയാണ് യു, യുവിന് താഴെയാണ് വി എന്ന് മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ ആദ്യമേ അതിന് പറ്റണം എന്നില്ല. ഇരുന്ന് കണ്ടീഷൻസ് ഓരോ വരിയും കീറി മുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓരോ കണ്ടീഷൻസും മനസ്സിലാക്കുക. ആ രീതിയിൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഒരു 20 പസിൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ ആണേ? സോ എമ്മിന് താഴെ യു, യുവിന് താഴെ വി. അപ്പൊ ഇവിടെ യു എവിടെയാണ്? ഓഡ് നമ്പർ ഫ്ലോറിലാ. സെറ്റാണേ? ഇത്രയുമാണ് നമ്മളുടെ കണ്ടീഷൻസ്. വളരെ പെട്ടെന്ന് കണ്ടീഷൻസ് എഴുതുക. ഇതിലേത് കണ്ടീഷൻ എടുത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ? എൻ്റെ ചോദ്യമാണ്, ഇതിലേത് കണ്ടീഷൻ എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്, വ്യക്തമായി പൊസിഷൻ അറിയുന്ന കണ്ടീഷൻ ആയിരിക്കണം. മുന്നോട്ട് മെർജ് ചെയ്ത് പോകാൻ പറ്റുന്ന കണ്ടീഷൻ ആയിരിക്കണം. വ്യക്തമായി പൊസിഷൻ അറിയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതെടുത്തല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ പി ഒ ക്യു അല്ലെ, 1 2 3 4 പേര് ഒരെണ്ണം എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. n ഈവൻ നമ്പറിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. സ്റ്റാർട്ടിങ് തന്നെ എടുക്കാം, ടോപ്പിൽ നിന്ന് എടുക്കാം. ഫസ്റ്റ് പ്രയോറിറ്റി പി എടുത്തു, പിക്ക് താഴെ ഒ, ഒരു ഗ്യാപ്പിൽ ക്യൂ, ആൻഡ് ഒയ്ക്കും എന്നിനും ഇടയിൽ 4, 1 2 3 4 ഗ്യാപ്പിൽ n ഈവൻ നമ്പറിൽ വരുന്നുണ്ട്. ഇത് ടോപ്പ് ടു ബോട്ടം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പോകാം. കണ്ടീഷൻസ് എഴുതി വെച്ചൊരു ഓർമ്മയുണ്ടെങ്കിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കിക്കേ, 6ഉം എസും പെയറാ. ഇവിടെ പി കൊടുത്തോണ്ട് ഒരിക്കലും 6ഉം എസും കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഒ കൊടുത്തോണ്ട് ഇവിടെ 6ഉം എസും കൊടുക്കാൻ പറ്റില്ല. അടുത്തത് ഇവിടെയും കൊടുക്കാം. പക്ഷെ ഉള്ള ഒരു കാര്യം നോക്കിക്കേ, എസിനടുത്ത് ടി വരണം. ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം 6ഉം എസും നെയ്ബർ ആകാൻ പാടില്ല. അപ്പൊ ഒറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, വേണ്ട ഇതും മാത്രം. അതിൽ 6 എവിടെ കൊടുക്കും, എസ് എവിടെ കൊടുക്കും എന്ന് കൺഫ്യൂഷൻ വേണ്ട. എസിനെ ഞാൻ ഇവിടെ കൊടുത്താൽ ടി കൊടുക്കാൻ അടുത്ത് പറ്റത്തില്ല. അപ്പൊ 100% ഉറപ്പിച്ചോ, 6 ഇവിടെ, എസ് ഇവിടെ, ടി ഇവിടെ. ഓക്കെ ആണേ? ഇനി നോക്കിക്കേ, എമ്മും യുവും വിയും മാത്രമേ ഉള്ളൂ. യു ഓഡിൽ വരണം. സോ യു ഇവിടെ, എം ഇവിടെ, വി ഇവിടെ. ക്വസ്റ്റ്യൻസ് ഓൾ, ദാറ്റ്സ് ഇറ്റ്. കണ്ടോ? കണ്ടീഷൻസ് എഴുതി വെക്കുമ്പോൾ ഒറ്റയടിക്ക് ആൻസർ കിട്ടുന്നത് കണ്ടോ? ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് വളരെ പെട്ടെന്ന് വിത്തിൻ 1 minute or 1.5 minute ആൻസർ കിട്ടുക. ക്ലിയർ ആകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഓക്കെ, ഇത് രണ്ടും സിംഗിൾ വേരിയബിൾ ആയിരുന്നു. ഇത് ഇപ്പൊ 2 വേരിയബിൾ ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. ഈ ഒരു ഷിഫ്റ്റിൽ ഉറപ്പായിട്ടും ഉണ്ടാകും, പി ഒ ആയതുകൊണ്ട് തന്നെ. പക്ഷെ ആ 1 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് വളരെ പെട്ടെന്ന് കണ്ടീഷൻസ് എഴുതി ചെയ്തിട്ട് വേണം അതിലേക്ക് വരാൻ.
ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കണ്ടിട്ട് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. തനിയെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. 6 persons are of different height but not necessarily in the same order. 6 പേഴ്സന്റെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയത്? ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ അല്ലേ? ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ അല്ലേ? 1 2 3 4 5 6. ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ ആണെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും ടോപ്പ് ടു ബോട്ടം നമ്പർ ഇടാനായിട്ട് പറയും. അതെന്താണെന്നറിയോ? ഹൈറ്റ് കൂടിയ ആളെ ഏറ്റവും ടോപ്പിലും, അതായത് ഡിസെൻഡിങ് ഓർഡർ ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ടോപ്പ് ടു ബോട്ടം നമ്പർ ഇടാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതെന്നറിയോ? റാങ്ക് ബേസ് ചെയ്തിട്ടുള്ള ഓർഡർ ആൻഡ് റാങ്കിങ് ചോദിക്കാം. അപ്പൊ ഏറ്റവും ടോപ്പ് റാങ്ക് ആരാ? 1 അല്ലേ? നമ്മൾ താഴെ 1 ഇട്ട് വെച്ചാൽ ഏറ്റവും ടോപ്പ് റാങ്കിനെ താഴെ കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ ടോപ്പ് ടു ബോട്ടം മാർക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ ആണേ? ക്ലിയർ? ഓക്കെ. എ ഇസ് ദി സെക്കൻഡ് ടോളസ്റ്റ്. അപ്പൊ ഏറ്റവും ടോളസ്റ്റ് ആണെങ്കിൽ 1ാമത്തെ പൊസിഷനിൽ കൊടുക്കും. സെക്കൻഡ് ടോളസ്റ്റ് എന്ന് പറയുമ്പോൾ 2. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ദർ ആർ 2 പേഴ്സൺ ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയിൽ 2 പേഴ്സൺ. സി ഈസ് ജസ്റ്റ് ടോളർ ദാൻ ഡി. ഡിയെ കാട്ടില് ജസ്റ്റ് ടോളർ ആണ് സി, ബട്ട് ഷോർട്ടർ ദാൻ ഇ. പക്ഷെ ഇയെ കാട്ടില് ഷോർട്ടറാ. ദി ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് ടോളസ്റ്റ് പേഴ്സൺ ഈസ് 177. സെക്കൻഡ് ടോളസ്റ്റ് പേഴ്സന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 177 ആണ്. അപ്പൊ ഇവരെ അടുപ്പിച്ചു വരണം. എവിടാ കിട്ടുക? എവിടാ നമുക്ക് കിട്ടുക? ഇവിടെ നോക്കിക്കേ. ഇവിടുത്തെ കേസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 പേഴ്സൺ ബിറ്റ്വീൻ എ ആൻഡ് ബി നമ്മൾ കൊടുത്തു. ഇക്ക് താഴെ സിയും ഡി, സിയും ഡിയും കൊടുക്കാൻ നമുക്ക് എവിടെയുള്ള സ്ഥലം? ശ്രദ്ധിച്ചേ. സിയും ഡിയും അടുപ്പിച്ചു കൊടുക്കാൻ ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ. അതിന് മുകളിൽ ഇ ഇവിടെ, മിച്ചം വന്ന എഫ് ഇവിടെ. ക്വസ്റ്റ്യൻസ് ഓൾ. ദാറ്റ്സ് ഇറ്റ്. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ ടഫ് ക്വസ്റ്റ്യനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? പക്ഷേ 5 പസിൽസ് ചോദിക്കുന്നത് കൊണ്ടാണ് അവരേതെങ്കിലുമൊക്കെ ഒരെണ്ണം വളരെ എളുപ്പത്തിലുള്ളത് ഇടുന്നത്. അപ്പൊ ആ ബോധം നമുക്കുണ്ടാകണം. അതിനാണ് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എളുപ്പമുള്ളതും ചോദിക്കുന്നുണ്ട് എന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അത് ആ സമയത്ത് വളരെ പെട്ടെന്ന് കണ്ടെത്തി ചെയ്യുന്നവർക്കാണ് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഹു എമംഗ് ദി ഫോളോയിങ് ഇസ് ദി ഫോർത്ത് ടോളസ്റ്റ്? ഫോർത്ത് ടോളസ്റ്റ് ആര് വരും ഇവിടെ? ഇവിടെ നോക്കിക്കേ. ഇവിടെ ഏറ്റവും ഫോർത്ത് ടോളസ്റ്റ് 1 2 3 4. ആര് വരും? ഡി അല്ലേ ആൻസർ വരിക. ഏത്? ഇപ്പൊ 5 സബ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ 3 സബ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ചിലപ്പോൾ 5 സബ് ക്വസ്റ്റ്യൻ കാണണം എന്നില്ല, 5 ബസ്സിൽ ചോദിക്കുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ 3 സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. കുഴപ്പമില്ലല്ലോ. യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത് ഒരു 2 വേരിയബിൾ ക്വസ്റ്റ്യനാ. കണ്ടോ? 1 വേരിയബിൾ 3 1 വേരിയബിൾ ചോദിച്ചു. അതിൽ സർക്കുലർ ഡിഫറെന്റ് ഡയറക്ഷൻ ആയിരുന്നു. കണ്ടോ? മറ്റേത് ഫ്ലോർ ബേസ്ഡും ഒരു ഓർഡർ ആൻഡ് റാങ്കിങ്ങും. 3 1 വേരിയബിൾ ചോദിച്ചു. അടുത്തത് 2 വേരിയബിൾ വന്നിട്ടുണ്ട്. നോക്കാം, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. 8 persons വർക്ക്സ് ഓൺ ഡിഫറെന്റ് ഡെസിഗ്നേഷൻ. അപ്പോൾ ക്ലർക്ക് PO. അപ്പം ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ അല്ല, ഇത് പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ പസിൽ. ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ പോലെ തന്നെ പ്രൊഫഷൻ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏറ്റവും ടോപ്പ് പൊസിഷൻ നമ്മൾ മുകളിൽ കൊടുക്കും, അതിന് ആ ഓർഡറിൽ താഴേക്ക് തരും. അവർ പറഞ്ഞിട്ടുണ്ട് DGM to ക്ലർക്ക് ആണ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓർഡർ ആൻഡ് റാങ്കിങ് പസിലിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാം. 8 പേഴ്സൺ 1 2 3 4 5 6 7 8. ഓക്കെ. ആൻഡ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മീൻസ് അവരുടെ പൊസിഷൻസ് എഴുതുക. DGM to ക്ലർക്ക് ആണ്. സോ DGM AGM then GM DG then manager SMO and last PO and clerk. ഓക്കെ, വളരെ സ്പീഡിൽ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുക, കണ്ടീഷൻസ് നോട്ട് ചെയ്യുക. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ കളേഴ്സ് ഇഷ്ടമാണ്. അപ്പോൾ ഏത് പേഴ്സൺ ഏത് പൊസിഷൻ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ, അതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. നോക്കാം. അറ്റ്മോസ്റ്റ് 2 persons ആർ ജൂനിയർ ടു ടി. ടിക്ക് ജൂനിയർ ആയിട്ട് മാക്സിമം 2 പേഴ്സണേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ടി ഈ 3 പൊസിഷൻ അല്ലാതെ വേറെ ആർക്കും ടിക്ക് പറ്റത്തില്ല. അറ്റ്മോസ്റ്റ് 2 persons ജൂനിയർ ടു ടി എന്ന് പറഞ്ഞാൽ ടിക്ക് മാക്സിമം, ടി ഇപ്പൊ ഇവിടെ വന്നാൽ ടിക്ക് മാക്സിമം 2 പേഴ്സൺ മാത്രമേ ടിക്ക് താഴേക്ക് ടിക്ക് ജൂനിയർ ആയിട്ട് വരാൻ പാടുള്ളൂ. സോ ഈ 3 പൊസിഷൻസിൽ മാത്രമായിരിക്കും ടിയുടെ പൊസിഷൻ വരിക. ഓക്കെ, പ്രൊഫഷൻ വരിക. ആൻഡ് 2 persons ആർ ബിറ്റ്വീൻ ടി ആൻഡ് ദി വൺ ഹു ലൈക്സ് ബ്ലൂ കളർ. ഞാനിപ്പോ കൊടുക്കുന്നില്ല. ടിക്കും ബ്ലൂ കളറിനും ഇടയിൽ 2 ഗ്യാപ്പ്.
3 പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് 2 വേരിയബിൾ ഒക്കെ ഒരേ സമയം 3 പോസിബിലിറ്റി എടുത്താൽ കൺഫ്യൂഷൻ ആയിരിക്കും. പെട്ടെന്ന് കണ്ടീഷൻസ് എഴുതുക. ഏതെങ്കിലുമൊക്കെ പോസിബിലിറ്റീസ് എലിമിനേറ്റ് ആയി പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. Q is 3 posts senior to the one who likes blue. Q is 3 posts senior to the one who likes blue. ബ്ലൂവിന് മുകളിലുള്ള മൂന്നാമത്തെ പൊസിഷൻ ആണ് Q. അല്ലാതെ ക്യൂവിനും ബ്ലൂവിനും ഇടയിൽ 3 പൊസിഷൻ ഉണ്ട് എന്നല്ല. 4 persons between Q and the one who likes orange color. ക്യൂവിനും ഓറഞ്ച് കളറിനും ഇടയിൽ 4 പേഴ്സൺ. ഞാൻ കണ്ടീഷൻസ് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. മെർജ് ചെയ്താണ് ഞാൻ കണ്ടീഷൻസ് എഴുതുന്നത്. നമ്മുടെ ബ്രെയിനിനെ കണക്ട് ചെയ്യാൻ അത് എളുപ്പമായിരിക്കും. ആൻഡ് R ഈസ് ജൂനിയർ ടു DG. അപ്പൊ നോക്കിക്കേ, R ഈസ് ജൂനിയർ ടു DG. DGക്ക് താഴെയാണ് Rന്റെ പൊസിഷൻ. ഞാൻ സ്ട്രക്ചറിന്റെ സൈഡിൽ തന്നെ കാണിച്ചു. സ്ട്രക്ചറിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ബട്ട് ഡസ് നോട്ട് ലൈക്ക് ബ്ലൂ ആൻഡ് റെഡ്. ആറിന് പക്ഷെ എന്ത് ഇഷ്ടമല്ല? റെഡും ഇഷ്ടമല്ല, അതേപോലെ തന്നെ ബ്ലൂവും ഇഷ്ടമല്ല. P is just junior to R. ആറിന് തൊട്ട് താഴെയാണ് P. ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ R ക്ലർക്കിൽ വരത്തില്ല. കാരണം R ക്ലർക്കിൽ വന്നാൽ തൊട്ട് താഴെ P കൊടുക്കാൻ പറ്റില്ല. P is just junior to R but senior to the one who likes green color. അപ്പൊ R Pക്ക് തൊട്ട് താഴെയാണ്, പക്ഷെ ഗ്രീൻ കളർ ഇഷ്ടമുള്ള ആൾക്ക് മുകളിലാണ് പൊസിഷൻ. Number of persons junior to P is same as the number of persons senior to the one who likes white color. നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ. അതായത് പിയും വൈറ്റ് കളറും പെയേഴ്സ് ആണെന്ന് എനിക്ക് പറയാം. പിയും വൈറ്റ് കളർ ഇഷ്ടമുള്ള ആളും പെയേഴ്സ് ആണെന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഒരേ കണ്ടീഷൻസ് തന്നെയാണ് മിക്ക പസിൽസിലും റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. ആ കണ്ടീഷൻസുമായിട്ട് നമ്മൾ അഗാധമായ റിലേഷനിലായിരിക്കണം. ഒറ്റ തവണ വായിക്കുമ്പോൾ തന്നെ അതെന്താണെന്ന് മനസ്സിലാകണം. അങ്ങനെ അഗാധമായ റിലേഷനിൽ എത്തണമെങ്കിൽ എന്നും അവരെ കാണണം. ഡെയിലി മിനിമം 10 പസിൽസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് വി ഈസ് നോട്ട് DGM. വി എന്ന് പറയുന്നത് DGM അല്ല. ആൻഡ് വി ഈസ് സീനിയർ ടു ദി വൺ ഹു ലൈക്സ് വൈറ്റ് കളർ. വൈറ്റ് കളർ ഇഷ്ടമുള്ള ആൾക്ക് സീനിയർ ആണ് ആരെന്ന് പറയുന്നത്? വി എന്ന് പറയുന്നത്. ഇത് വേറെ കണ്ടീഷനാണ്, അതുകൊണ്ടാണ് ഞാനൊരു വരയിട്ടത്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ദി വൺ ഹു ലൈക്സ് സിൽവർ കളർ ഈസ് 3 പോസ്റ്റ് ജൂനിയർ ടു യു. യുവിന് താഴേക്കുള്ള മൂന്നാമത്തെ പൊസിഷൻ ആണ് സിൽവർ കളർ. ദി വൺ ഹു ലൈക്സ് സിൽവർ കളർ ഈസ് 3 പോസ്റ്റ് ജൂനിയർ ടു യു. എസ് ഈസ് ജസ്റ്റ് ജൂനിയർ ടു ദി വൺ ഹു ലൈക്സ് യെല്ലോ കളർ. യെല്ലോ കളർ ഇഷ്ടമുള്ള ആളുടെ തൊട്ട് താഴെയാണ് എസ്. ഇത്രയുമാണ് കണ്ടീഷൻ. കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് കണ്ടീഷൻസ് നോട്ട് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം എവിടെ നിന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്യും? ഐ തിങ്ക് ഇതെടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. വേണ്ടേ? ഒറ്റയടിക്ക് ആൻസർ കിട്ടി. ക്യൂ 2 ഗ്യാപ്പിൽ ബ്ലൂ. ഇനി ഒരിക്കലും 2 ഗ്യാപ്പിൽ ടി മുകളിലേക്ക് കൊടുക്കാൻ പറ്റില്ല. സെറ്റ്. അപ്പൊ തന്നെ 1 2 3 4 5 6 7 ക്വസ്റ്റ്യൻ സോൾവ്. അപ്പൊ നമുക്ക് 2 പോസിബിലിറ്റി ആണുള്ളത്. നമുക്ക് ആദ്യത്തെ പോസിബിലിറ്റി എടുക്കാം. ക്യൂ ഇവിടെ ആണെങ്കിൽ 2 ഗ്യാപ്പിൽ ബ്ലൂ, ഇവിടെ ബ്ലൂ 2 ഗ്യാപ്പിൽ ടി ഇവിടെ. സെറ്റാണ്. ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്യൂവിനെ ഇവിടെ എടുക്കേണ്ടി വരും, ടിയെ ഇവിടെ എടുക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ? ഇനി നോക്കിക്കേ, ക്യൂ 4 ഗ്യാപ്പിൽ ഓറഞ്ച്. സോ 1 2 3 4 ഗ്യാപ്പിൽ ഓറഞ്ച് ഇവിടെ. ഓക്കെ അല്ലേ? ഇനി ആറും പിയും അടുപ്പിച്ചു വരണം. അതിന് താഴെ ഗ്രീനും വരണം അല്ലെ? അപ്പൊ ഗ്രീൻ ഇവിടെയും ഇവിടെയും ഒക്കെ വരാമല്ലോ. പിന്നെ 6 റെഡും ബ്ലൂവും വരത്തില്ല. ഇവിടെ എനിക്ക് 6 വരത്തില്ല, ഇവിടെ 6 വരത്തില്ല. പിന്നെ എനിക്ക് 6ഉം പിയും കൊടുക്കാൻ ഇവിടെ 6ഉം പിയും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ പിക്ക് താഴെ ഗ്രീൻ ഇവിടെയോ ഇവിടെയോ വരാം അല്ലെ? 6 ഇവിടെ വരാൻ പറ്റില്ല. പിന്നെ യുവും സിൽവറും ആണുള്ളത്. പിന്നെ വേറെ കണ്ടീഷൻ എന്താ? പിയും വൈറ്റും. ഓക്കെ, നമുക്ക് പിയും വൈറ്റും എവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട് വേറെ? സെറ്റ്. കണക്ട് ചെയ്യാം. നോക്കിക്കേ, 6ഉം പിയും ഗ്രീനും, അതേപോലെ പിയും വൈറ്റും, വൈറ്റിന് മുകളിൽ വി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടീഷൻസ് മെർജ് ചെയ്യുക. വേണ്ട, ഇവരെ എടുക്കുക, ഇവരെ എടുക്കുക, ഇവരെ എടുക്കുക. കണ്ടീഷൻസ് മെർജ് ചെയ്യുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓരോന്ന് നോക്കിയാലോ? ഇപ്പൊ സപ്പോസ് ഓരോന്ന് നോക്കാം. അതായത് 6ഉം പിയും, 6 എന്ന് പറയുന്നത് വേണ്ട ഇത്രയും പൊസിഷനിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അതില് വേണ്ട 6നെ ഞാൻ ഇവിടെ കൊടുത്തു, പിയെ ഞാൻ ഇവിടെ കൊടുത്തു, വേറെ പൊസിഷൻ ഇല്ല. അപ്പൊ 6 ഇവിടെ വന്നു. പിയും വൈറ്റും പെയേഴ്സ് ആണ്. പി ഇവിടെ വന്നപ്പോ പിക്ക് താഴെ 2, അപ്പൊ വൈറ്റിന് മുകളിൽ 2 വരണം. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും വൈറ്റ് ഇവിടെ, വൈറ്റ് ഇവിടെ. പിന്നെ ആരാ നമുക്കുള്ള? പിന്നെ നമുക്കുള്ളത് ഇതിന് താഴെ ഗ്രീൻ വരണം. അത് ഇവിടെയോ ഇവിടെയോ ഗ്രീൻ വരാം.
പിന്നെ ആരാ നമുക്കുള്ള യെല്ലോയ്ക്ക് തൊട്ട് താഴെ എസ് വരണം. യെല്ലോയ്ക്ക് തൊട്ട് താഴെ എസ് വരാൻ യെല്ലോ ഇവിടെ കൊടുത്താൽ എസ് വരാം, യെല്ലോ ഇവിടെ കൊടുത്താലും എസ് വരാം. പിന്നെ വൈറ്റിന് മുകളിൽ വി പോകണം. വേണ്ട ക്വസ്റ്റ്യൻ സോൾവ്. വൈറ്റ് ഇവിടെ, വി ഇവിടെ. അപ്പൊ യെല്ലോയ്ക്ക് തൊട്ട് താഴെ എസ് വരാൻ ഇത് മാത്രമേ സ്ഥലമുള്ളൂ. പിന്നെ ആരാ? യുവും സിൽവറും മാത്രമല്ലേ കൊടുക്കാനുള്ളൂ. യു ഇവിടെ, 2 ഗ്യാപ്പില് സിൽവർ ഇവിടെ, അതിന് താഴെ ഗ്രീൻ ഇവിടെ. ഇനി മിച്ചം വന്നതാരാ? മിച്ചം വന്ന് ഇവിടെ ഒരു കളറുണ്ട്, ഇവിടെ ഒരു കളറുണ്ടല്ലോ. അതിൽ 6 റെഡും ബ്ലൂവും വരത്തില്ല, 6 റെഡും ബ്ലൂവും വരത്തില്ല. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ മിച്ചം വന്ന കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. അപ്പം 6 റെഡ് വരാത്തോണ്ട് ക്യൂ റെഡ് വരും. മിച്ചം വന്ന ഒരു കളർ ആരാ? മിച്ചം വന്ന ഒരു കളർ പിങ്ക് ആണ്. സോ പിങ്ക് ഇവിടെ. ഓക്കെ ആണേ. മിച്ചം വന്ന ഒരു പേഴ്സൺ ആരാ? MNO PQRST UVW. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണേ? ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 2 വേരിയബിൾ ക്വസ്റ്റ്യൻ. ഓക്കെ ആണേ? കണ്ടോ, ഇത് എളുപ്പമായിരുന്നു. പക്ഷേ കണ്ടീഷൻസ് എഴുതി കണക്ട് ചെയ്യാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ചിലപ്പം സമയം എടുത്തിട്ടുണ്ടാകാം. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 1 വേരിയബിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒറ്റ 2 വേരിയബിളും ബാക്കി എല്ലാം 1 വേരിയബിളും ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കിയാലോ. ഇതിന്റെ ആൻസർ ഒന്ന് കിട്ടുന്നുണ്ടോ എന്നൊന്ന് വേഗം തനിയെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. എഗെയിൻ 1 വേരിയബിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒറ്റ 2 വേരിയബിളും ബാക്കി 5 പസിൽ ചോദിച്ചു. അതില് ഒറ്റ 1 വേരിയബിൾ ഒറ്റ 2 വേരിയബിളും ബാക്കിയെല്ലാം 1 വേരിയബിളും ആയിരുന്നു. നമുക്കൊന്ന് നോക്കിയാലോ. 9 persons purchase different products one after the other. Either 4 or 5 persons purchase after K. അപ്പോൾ 9 പേഴ്സൺസിന്റെ ഓർഡർ ആൻഡ് റാങ്കിങ് ആണ്. അപ്പൊ നമ്മൾ ഇവിടേക്ക് തന്നെ നമുക്ക് അങ്ങ് സ്ട്രക്ചർ വരച്ചാലോ. 9 പേഴ്സൺസ് അല്ലേ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ അങ്ങ് സ്ട്രക്ചർ വരച്ചാലോ. 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ സ്ട്രക്ചർ വരയ്ക്കുന്നത് നമ്പർ ഇടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓർഡർ ആൻഡ് റാങ്കിങ് നമ്പർ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. നോക്കിക്കേ, either 4 or 5 persons purchase after K. Kക്ക് ശേഷം ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 5 പേഴ്സൺസ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരേ സമയം 2 പോസിബിലിറ്റി വരെ പോകുന്നത് കുഴപ്പമില്ല. അപ്പൊ നോക്കിക്കേ, ഒന്നെങ്കിൽ 1 2 3 4 ഗ്യാപ്പിൽ K ഇവിടെ, അല്ലെങ്കിൽ 1 2 3 4 5 ഗ്യാപ്പിൽ K ഇവിടെ. ഓക്കെ ആണേ. 3 persons between K and L. Kക്കും Lനും ഇടയിൽ 3 പേഴ്സൺ. 1 2 3 ഗ്യാപ്പിൽ L ഇങ്ങോട്ടും വരാം, 1 2 3 ഗ്യാപ്പിൽ L ഇങ്ങോട്ടും പോകാം. അല്ല, ഇവിടുത്തെ കേസിൽ പറ്റില്ല. 1 2 3 ഗ്യാപ്പിൽ L ഇവിടെ. ഓക്കെ ആണേ. M പർച്ചേസസ് ജസ്റ്റ് ആഫ്റ്റർ L. Lന് തൊട്ട് ശേഷമാണ് M. ഇവിടെ 1 2 3 ഗ്യാപ്പിൽ L ഞാൻ ഇങ്ങോട്ട് എടുത്താൽ തൊട്ട് താഴെ M കൊടുക്കാൻ പറ്റില്ല. സോ 1 2 3 ഗ്യാപ്പിൽ L ഇവിടെ, Lന് തൊട്ട് താഴെ M ഇവിടെ. ഓക്കെ ആണേ. ഒരു പോസിബിലിറ്റിയിൽ തന്നെ വീണ്ടും അടുത്ത പോസിബിലിറ്റി വരുമ്പോൾ കൊടുക്കാതിരിക്കുക, കണ്ടീഷൻസ് മാറ്റി എഴുതുക. ഏതെങ്കിലും ഒരെണ്ണം എലിമിനേറ്റ് ആകും. നമ്പർ ഓഫ് പേഴ്സൺസ് പർച്ചേസ് ബിഫോർ M ആസ് ആഫ്റ്റർ N. ഒറ്റയടിക്ക് പറഞ്ഞോ, M N പെയേഴ്സ് അല്ലേ. സോ M ഇവിടെ, N ഇവിടെ. ആദ്യത്തെ പോസിബിലിറ്റിയിൽ, രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ ലാസ്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് പൊസിഷൻ. പെയറിംഗ് കോൺസെപ്റ്റ് നിങ്ങൾ തന്നെ നോക്കിക്കേ. ഇതേ കോൺസെപ്റ്റ്, ഇതേ കണ്ടീഷൻ ഇപ്പൊ തന്നെയുള്ള ഒരു 3 പസിൽ റിപ്പീറ്റ് ചെയ്താ വന്നേക്കുന്നത്. ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്ന കാര്യം, പസിൽ ആയിക്കോട്ടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിക്കോട്ടെ, ഒരേ കണ്ടീഷൻസ് തന്നെയാണ് പല രീതിയിൽ മാറ്റി മറിച്ചും വരുന്നത്. ആൻഡ് M ഈസ് ഓക്കെ ആഫ്റ്റർ O പർച്ചേസസ് ബിറ്റ്വീൻ N ആൻഡ് K. Nനും Kയ്ക്കും ഇടയിലാണ് O. അതെവിടെ വേണേലും വരാം. Q പർച്ചേസസ് ജസ്റ്റ് ആഫ്റ്റർ P. Pക്ക് തൊട്ട് ശേഷമാണ് Q. ബട്ട് ബിഫോർ O. ഇങ്ങോട്ട് നോക്കിക്കേ, Q പർച്ചേസസ് ജസ്റ്റ് ആഫ്റ്റർ P ബട്ട് ബിഫോർ O. ഒറ്റ തവണ കണ്ടീഷൻ വായിക്കുക, കണക്ട് ചെയ്യുക. ഇവിടെ നോക്കിക്കേ, Pയും Qയും Oയും ഒരുമിച്ച് വരണം. സോ P Q O ഇവിടെ വന്നാൽ Kയ്ക്കും Nനും ഇടയിൽ O വരണം. അപ്പോൾ ഉറപ്പിച്ചോ, ഈ പോസിബിലിറ്റിയിൽ Pയും Qയും ഇവിടെ വരാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പോസിബിലിറ്റിയിലോ Kയ്ക്കും Nനും എടുത്ത് O വരണം. അപ്പൊ ഇവിടെ Pയും Qയും Oയും കൊടുക്കാൻ ഒരുമിച്ച് പറ്റില്ല. അപ്പൊ തന്നെ എനിക്ക് എന്ത് പറയാം, ഈ പോസിബിലിറ്റി എലിമിനേറ്റഡ്. ഇനി O എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീനാ, ഇവിടെയും ഇവിടെയും വരാമല്ലോ. നോക്കാം. R പർച്ചേസസ് ബിഫോർ S ബട്ട് ആഫ്റ്റർ O. Oയ്ക്ക് ശേഷമാണ് R, പക്ഷെ Sന് മുന്നെയാണ്. Oയും Rഉം Sഉം ഓർഡർ കിട്ടി. ഒറ്റയടിക്ക് ഇങ്ങോട്ട് കൊടുത്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. O R S ആൻഡ് ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. സബ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. LMPQ KORNS. ക്ലിയർ ആണേ?
ഇത് ഞാൻ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന ക്വസ്റ്റ്യൻ അല്ല, മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ SBI PO ക്രാക്ക് ചെയ്യാൻ റെഡിയാണോ? ഡെയിലി മിനിമം ഒരു 10 പസിൽ ഡെയിലി ബേസിസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. പസിൽസ് ബുദ്ധിമുട്ടാന്ന് പറയുന്ന നിങ്ങളുടെ പ്രോബ്ലം ഉറപ്പായിട്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ കണ്ടീഷൻസുമായിട്ട് നമ്മൾ അഗാധമായ റിലേഷനിൽ വരണം. അതാണ് എന്നും പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നത്. സോ ഇതേപോലെയുള്ള സീരീസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക് ഒക്കെ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻസും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ വരുന്ന 2026 എക്സാംസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് നിന്ന് ക്രാക്ക് ചെയ്യണം. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത ദിവസം കാണാം.